ഈ ഒരു പ്രോഡക്റ്റ് സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. സാംസങ്ങിന്റെ ഗാലക്സി S26 അൾട്ര എന്ന് പറയുന്ന ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അതിനോടൊപ്പം ലോഞ്ച് ആയ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങി. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ആയിട്ടുള്ള സാംസങ് ഗാലക്സി ബഡ്സ് 4 Pro ആണിത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ 1-2 മാസ കാലമായിട്ട് ഞാൻ കൃത്യമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇതിന്റെ വീഡിയോ ഇതുവരെ ചെയ്യാൻ ലേറ്റായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പല പ്രോഡക്റ്റുകളുടെയും തിരക്കായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്തു. പ്രോഡക്റ്റുകളൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ ചെയ്യാമെന്നും കരുതി. എന്തായാലും അതുകൊണ്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതെനിക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ച് നോക്കാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മത്സരിക്കുന്നത് ആപ്പിളിന്റെ എയർപോഡ് പ്രോയുമായിട്ടാണ്. ഇത് എൻ്റെ ആപ്പിൾ എയർപോഡ് പ്രോയും ഇരിപ്പുണ്ട്. ഇത് ആപ്പിൾ എയർപോഡ് പ്രോ ജനറേഷൻ 2 ആണ്. ടൈപ്പ് സി ആദ്യമായിട്ട് വന്ന ആപ്പിൾ എയർപോഡ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഈ ഒരു കേസ് ഉൾപ്പെടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ വൈസ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ആപ്പിൾ എയർപോഡ് പ്രോ തന്നെയാണ്. കാരണം ഈ ഒരു കേസിൻ്റെയൊക്കെ ആ ഒരു സ്ലീക്നെസ് കണ്ടില്ലേ, വളരെ സ്ലീക്കാണ് എയർപോഡ് പ്രോ. പക്ഷേ ഇത് ഇപ്പോഴും കുറച്ചൊരു ഈ ഒരു ഹൈറ്റ് വൈസ് കണ്ടില്ലേ, കുറച്ചൊരു ബൾക്കി സൈസാണ് ഈ ഒരു സാംസങ് ഗാലക്സി ബഡ് 4 Pro. പക്ഷേ പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ട് നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന്റെ കേസിന്റെ ഡിസൈനിലുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഇവിടെ കണ്ടില്ലേ, ട്രാൻസ്പെറന്റ് ഡിസൈനാണ് എയർപോഡ് പ്രോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അതുകൊണ്ട് തന്നെ അകത്തുള്ള ഈ ഒരു ഇയർബഡൊക്കെ നമുക്ക് പുറത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പറയേണ്ടത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് എയർപോഡ് പ്രോയുടെ ഈ ഒരു ഹിഞ്ച് എന്ന് പറയുന്നത് മെറ്റാലിക് ആണ്. ഇത് പ്ലാസ്റ്റിക് ഹിഞ്ചാണ് ഇവിടെ സാംസങ്ങിന്റെ ഈ ഒരു പ്രോഡക്റ്റിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കിയേ, ഈ രീതിയിലാണ് രണ്ട് പ്രോഡക്റ്റുകളും ഓപ്പൺ ആകുന്നത്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ആപ്പിൾ എയർപോഡ് പ്രോയുടെ സെയിം ഡിസൈൻ ആണ് സാംസങ് ഇവിടെ ബഡ്സ് 4 Proയിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഡിറ്റോ സെയിം പോലെ നമുക്ക് തോന്നും. എന്നാൽ ഔട്ടർ ഡിസൈനിലാണ് ഇവിടെ ഈ പറയുന്ന ആപ്പിൾ എയർപോഡ് പ്രോയും സാംസങ് ബഡ്സ് 4 Proയും തമ്മിൽ പ്രധാനമായിട്ടും വ്യത്യാസം വരുന്നത്. ഔട്ടർ ഡിസൈനിൽ ഇവിടെ ഒരു മെറ്റാലിക് സ്റ്റെം ആണ് ഈ ഒരു ഭാഗത്തായിട്ട് സാംസങ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സ്റ്റെം കണ്ടില്ലേ, ഇവിടെ ആപ്പിളിന്റെ കേസിൽ റൗണ്ടഡ് ആണ്, എന്നാൽ ഇവിടെ രണ്ട് സൈഡിലും ഫ്ലാറ്റ് ആയിട്ടുമാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം ഇവിടെ ഉണ്ട്. അതായത് നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഇവിടെ സ്ലൈഡ് ചെയ്യാൻ എളുപ്പമാണ്. അതേപോലെ വോളിയം കൂട്ടലും കുറയ്ക്കലും ഇവിടെയും സാധ്യമാണെങ്കിൽ കുറച്ചുകൂടി ഈസി ഈ ഒരു ഫ്ലാറ്റ് പ്രൊഫൈൽ നൽകിയത് കൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ ഡിസൈനിൽ ഈ ഒരു ഇയർബഡിന്റെ ഡിസൈനിൽ ഈ ഒരു മെറ്റാലിക് ബിൽഡ് ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ട് എനിക്ക് കണ്ടത്. ബാക്കി ഈ ഒരു സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ രണ്ട് പ്രോഡക്റ്റും ഐഡന്റിക്കലായി. അപ്പോൾ ഡിസൈൻ വൈസ് എയർപോഡ് പ്രോയുടെ സെയിം ഡിസൈനിലേക്ക് ഈ ഒരു സാംസങ്ങിന്റെ ബഡ്സിനെ കൂടി കൊണ്ടുവന്നത് കൊണ്ട് തന്നെയും കുറച്ചും കൂടി എന്താ പറയുക, ആ യൂസ് കേസിലൊക്കെ ഒരു എയർപോഡ് പ്രോ യൂസ് ചെയ്യുന്ന ഒരു യൂസിലേക്ക് ഇവിടെ ഈ സാംസങ്ങിന്റെ ബഡ്സ് 4 Proയും വന്നു എന്ന് വേണം പറയാം. അതുപോലെ വേറൊരു കാര്യം കൂടെ നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു കർവേച്ചർ കണ്ടില്ലേ, അത് എയർപോഡ് പ്രോയേക്കാൾ കുറച്ചുകൂടി കൂടുതലാണ് ഇവിടെ സാംസങ്ങിന്റെ ബഡിനകത്ത്. അപ്പൊ ചെവിയോട് കൂടുതൽ അടുത്തിരിക്കുന്നതും ഇവിടെ സാംസങ്ങിന്റെ ബഡ്സ് 4 Pro ആണ്. നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെമ്മിന്റെ ഈ ഒരു പ്രൊജക്ഷൻ കുറച്ചുകൂടി ചെവിക്ക് അടുത്തിരിക്കുന്നത് ഇവിടെ സാംസങ്ങിന്റെ ബഡ്സ് 4 Proയിലാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അങ്ങനെ വളരെ മിനിമലായിട്ടുള്ള ഡിസൈൻ ചേഞ്ചുകളെ ഇവ തമ്മിലുള്ളൂ. കാഴ്ചയ്ക്കൊക്കെ ഏകദേശം ഒക്കെ സെയിം ആണ്. അതുകൊണ്ട് തന്നെ സാംസങ്ങിന്റെ ഈ ഒരു ബഡ്സ് 4 Pro ആപ്പിളിന്റെ എയർപോഡ് പ്രോയ്ക്ക് സമാനമായി വന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ പല കാര്യങ്ങളിലും. എനിക്ക് ഓരോ ഇയർബഡുകൾ ഇതുപോലെ ഉപയോഗിക്കുമ്പോൾ ഞാൻ പ്രധാനമായിട്ട് നോക്കുന്നത് അതിന്റെ ഒരു കംഫർട്ടാണ്. നമ്മൾ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഒരു ഇയർബഡ് നമ്മുടെ ചെവിയിൽ ഉണ്ടെന്ന് നമ്മൾ അറിയുകയേ ചെയ്യരുത്. അതാണ് ഇവിടെ എയർപോഡ് പ്രോയുടെ ഒരു ഗുണം. നമ്മൾ ചെവിയിൽ വെച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ വളരെ കംഫർട്ടാണ്. നമ്മുടെ ചെവിയിൽ അങ്ങനെ സാധനം ഉണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കില്ല. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ചെവിയിൽ ഇത് വെച്ചേക്കാൻ സാധിക്കും. ഏതാണ്ട് കംഫർട്ട് ലെവലിൽ സാംസങ്ങിന്റെ ബഡ്സ് 4 Proയും ഈ ഒരു എയർപോഡ് പ്രോ പോലെയാണ്. ചെവിയിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും വെക്കാം. എങ്കിലും ഒരു പൊടിക്ക് കൂടെ കംഫർട്ട് കൂടുതൽ നൽകുന്നത് ആപ്പിളിന്റെ എയർപോഡ് പ്രോ തന്നെയാണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടി പറയാം, ഈ ഒരു ആപ്പിളിന്റെ എയർപോഡ് ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് ഇവിടെ സാംസങ്ങിന്റെ ഈ ഒരു കേസിലേക്ക് വെക്കുകയാണ്. കണ്ടില്ലേ, അതിനകത്ത് വേണമെങ്കിൽ ഇരിക്കും. അത്രയും ഡിസൈൻ ഏതാണ്ട് ഐഡന്റിക്കൽ ആയതുകൊണ്ടാണ് ഈ ഒരു എയർപോഡ് ഇത്തരത്തിൽ സാംസങ്ങിന്റെ ബഡ്സിന്റെ കേസിനകത്തേക്ക് ഇരിക്കുന്നത്. എന്നാൽ തിരിച്ച് സാംസങ്ങിന്റെ ഈ ഒരു ബഡ്സ് എടുത്തിട്ട് എയർപോഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് കയറില്ല. കാരണം ഈ ഒരു സ്റ്റെമ്മിനകത്ത് കണ്ടില്ലേ, ആ ഒരു സൈസ്, ആ ഒരു മെറ്റൽ ഏരിയയുടെ ഒക്കെ വന്നിട്ട് സൈസ് ഒരു അല്പം കൂടിയതുകൊണ്ടാണ് ഇതിനകത്തേക്ക് കയറാത്തത്. എന്ത് തന്നെയായാലും ഡിസൈൻ വൈസ് വളരെ സാമ്യം ഓരോ ബഡുകൾക്കും എയർപോഡ് പ്രോ പോലെ തന്നെ സാംസങ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. 6 മണിക്കൂർ നേരത്തെ ഒരു ബാറ്ററി ബാക്കപ്പ് ആണ് ഈ പ്രോഡക്റ്റ് നൽകുന്നത്. അത് ANC ഓൺ ആണെങ്കിൽ 6 മണിക്കൂർ കിട്ടും. അതുപോലെ തന്നെ കേസ് ഉൾപ്പെടെ നമുക്ക് ഒരു 30 മണിക്കൂർ വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് സത്യം പറഞ്ഞ് ഇതുവരെ കണ്ടിന്യൂസ് 6 മണിക്കൂറൊന്നും ഞാൻ ഉപയോഗിച്ചില്ല. കണ്ടിന്യൂസ് 6 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ എത്ര മണിക്കൂർ കൃത്യമായിട്ട് ഇത് ചാർജ് നിന്നു എന്ന് പറയാൻ പറ്റൂ. അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ 5 ഡിഫറെന്റ് ലെവലുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, കുറച്ചുകൂടി കൂടുതൽ, അങ്ങനെ 5 വ്യത്യസ്ത ലെവലുണ്ട്. കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഈ 5 ലെവലും തമ്മിലില്ലെങ്കിലും മികച്ച ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ തന്നെ നൽകുന്നുണ്ട്. അതുപോലെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനിൽ 5 ലെവൽ ഉള്ളതുപോലെ തന്നെ ഇവിടെ ആംബിയന്റ് മോഡിലും 5 വ്യത്യസ്തങ്ങളായിട്ടുള്ള ലെവൽ ഓഫ് ആംബിയന്റ് മോഡ് അഥവാ ട്രാൻസ്പെറൻസി മോഡ് ഈ ഒരു പ്രോഡക്റ്റിൽ നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് കണ്ടില്ലേ, സൈറൻ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ സൈക്ലിങ്ങിലോ അല്ലെങ്കിൽ ബൈക്കൊക്കെ ഓടിക്കുകയാണെങ്കിൽ, അങ്ങനെ ബൈക്കൊക്കെ ഓടിക്കുന്ന സമയത്ത് ഒരിക്കലും ഇയർബഡുകൾ ഉപയോഗിക്കരുത്. പക്ഷേ സൈക്ലിങ്ങിനൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ സൈക്ലിങ്ങിനൊക്കെ പോകുമ്പോൾ ബാക്കിൽ ഒരു ആംബുലൻസ്
ആംബുലൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈറൻ കേൾക്കുകയാണെങ്കിൽ നമ്മളുടെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്പെറൻസി മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ നമ്മൾ ഈ ഒരു ഇയർബഡ് ഉപയോഗിച്ചുകൊണ്ട് പാട്ട് കേൾക്കുകയാണെങ്കിൽ വോയിസ് ഡിറ്റക്ഷൻ എനേബിൾ ചെയ്തിട്ടിരുന്നാൽ കോൺവെർസേഷൻ മോഡ് എന്ന് ആപ്പിൾ പറയുന്ന ആ ഒരു മോഡ് എനേബിൾ ആവും. അതായത് നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മളോട് സംസാരിച്ച് നമ്മൾ തിരിച്ച് നമ്മളുടേതായ മറുപടി പറയുമ്പോൾ നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോൾ ട്രാൻസ്പെറൻസി മോഡിലേക്ക് മാറി പാട്ടിന്റെ സൗണ്ട് ഭയങ്കരമായിട്ട് വോളിയം കുറയും. പിന്നെ നമ്മളൊരു സെക്കൻഡുകൾ നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ വീണ്ടും ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷനിലേക്ക് തിരിച്ചു പോകും. അത്തരം മോഡുകൾ ഈ ഒരു ഇയർബഡിനകത്തും നൽകിയിട്ടുണ്ട്. ഈ ഓരോ ഇയർബഡിലും മൊത്തത്തിൽ 2 സ്പീക്കറുകൾ വീതമാണ് സാംസങ് കൊടുത്തിരിക്കുന്നത്. ഒരു വൂഫറും ഒരു ട്വീറ്ററുമാണ് ഓരോന്നിലും നൽകിയിരിക്കുന്നത്. 11mm ഒരു വൂഫറും അതുപോലെ 5.5mm ഒരു ട്വീറ്ററുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ഇയർബഡിലും 3 മൈക്കുകൾ വീതം, 2ലും കൂടി 6 മൈക്കുകൾ, മികച്ച മൈക്ക് ക്വാളിറ്റിക്ക് വേണ്ടി 6 മൈക്കുകളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ട്, 360 ഓഡിയോ സപ്പോർട്ടൊക്കെ ഈ ഒരു പ്രോഡക്റ്റിനകത്ത് സാംസങ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് ഈ 2 പ്രോഡക്റ്റുകളുടെയും മൈക്ക് ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് സാംസങ്ങിന്റെ ബഡ്സ് 4 പ്രോയിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ്. അപ്പോൾ ഈ ഒരു ബഡ്സ് 4 പ്രോ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്ന സൗണ്ടാണ്. അപ്പോൾ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണെന്ന് കേൾക്കുക. ഇനി നമുക്ക് ഐഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള എയർപോഡ് ഉപയോഗിച്ചിട്ടുള്ള റെക്കോർഡിങ്ങിന്റെ സൗണ്ട് കേൾക്കാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് എയർപോഡ് ഉപയോഗിച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എയർപോഡിന്റെ ഒരു മൈക്ക് ക്വാളിറ്റി എങ്ങനെയെന്ന് ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. കൂടാതെ ഇവയ്ക്കകത്ത് ഹെഡ് ജസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ആപ്പിൾ എയർപോഡിലുണ്ട്, അതുപോലെ സോണിയുടെ ഇയർബഡുകളിലും ഒക്കെ നേരത്തെ വന്നതാണ് ഈ ഒരു ഹെഡ് ജസ്റ്റേഴ്സ്. അതായത് നമ്മളിതിങ്ങനെ വെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ആരെങ്കിലും ഫോൺ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൾ ഓട്ടോമാറ്റിക് അറ്റൻഡ് ചെയ്യും. ഇങ്ങനെ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൾ നമുക്ക് റിജക്ട് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല സാംസങ് ഇക്കോ സിസ്റ്റത്തിനകത്തുള്ള ഒരു മൾട്ടി കണക്ടിവിറ്റി ഉണ്ട്. അതായത് നമ്മൾ സാംസങ് അക്കൗണ്ട് വഴി നമ്മുടെ ഫോണിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം അക്കൗണ്ടിൽ തന്നെ നമ്മളുടെ ടാബ്ലറ്റോ, സാംസങ് ടാബ്ലറ്റോ അല്ലെങ്കിൽ സാംസങ്ങിന്റെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ സാംസങ്ങിന്റെ ടിവിയോ അല്ലെങ്കിൽ സാംസങ്ങിന്റെ ഇതുപോലുള്ള മറ്റേതെങ്കിലും പ്രോഡക്റ്റിൽ ആയാലും ആ സെയിം സാംസങ് അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലെല്ലാം ഈ പ്രോഡക്റ്റ് ഒരേ സമയം നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മളുടെ ഫോണിനകത്ത് കണക്റ്റഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സാംസങ് ലാപ്ടോപ്പിൽ നിന്നൊരു വീഡിയോ പ്ലേ ബാക്ക് ചെയ്താൽ അതിലേക്ക് ഓട്ടോ സ്വിച്ച് ചെയ്ത് കണക്ടിവിറ്റി പോകും. നമ്മൾ ടാബ്ലറ്റിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നാൽ സാംസങ് ഫോണിലേക്ക് ഓട്ടോമാറ്റിക് ഇത് സ്വിച്ച് ചെയ്യും. അപ്പോൾ അത്തരമുള്ള ഒരു സാംസങ് ഇക്കോ സിസ്റ്റം കണക്ടിവിറ്റി ഈ പ്രോഡക്റ്റിനകത്ത് നൽകിയിട്ടുണ്ട്. അതൊക്കെ ഏകദേശം ആപ്പിൾ എയർപോഡിന് തുല്യമായിട്ടുള്ള ഒരു ഇക്കോ സിസ്റ്റം കണക്ടിവിറ്റിയാണ് സാംസങ് ഡിവൈസുകൾക്കായിട്ട് ഈ ഒരു ഇയർബഡ് നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, ഇത് സാംസങ് ഡിവൈസുകളോടൊപ്പം മാത്രമേ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ല, മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളോടൊപ്പം കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ പല ഇതിന്റെ ഫീച്ചേഴ്സും നമുക്ക് മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളിൽ മിസ്സാകുമെന്നുള്ളതാണ് സത്യം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് സാംസങ് ഫോണിനകത്താണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ 24 ബിറ്റ് 96 കിലോ ഹെഡ്സ് ഹൈഫൈ സൗണ്ടിന്റെ സപ്പോർട്ട് ഇത് സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ നൽകും. എന്നാൽ നിങ്ങൾ ഒരു സാംസങ് ഇതര ആൻഡ്രോയിഡ് ഫോണിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്രയും ഹയർ ക്വാളിറ്റി സൗണ്ടിന്റെ സപ്പോർട്ട് ഇല്ല. അങ്ങനെ ചില ഫീച്ചേഴ്സിനകത്ത് ഇതുപോലെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് സാംസങ്ങിന്റെ അല്ലാതെ മറ്റേതെങ്കിലും ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിച്ചാൽ മിസ്സാവും. അതുപോലെ നമുക്ക് ഇപ്പോൾ ഐഫോണിനോടൊപ്പം ഇത് വേണമെങ്കിൽ പെയർ ചെയ്ത് ഉപയോഗിക്കാം. ഇതിന്റെ ഒരു കമ്പാനിയൻ ആപ്പ് സാംസങ്ങിൽ തരുന്ന ഇത്തരം ഒരു കമ്പാനിയൻ ആപ്പിന്റെ സപ്പോർട്ട് ഐഫോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെയും ഈ ഒരു ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷനൊക്കെ ഇത്തരത്തിൽ പല ലെവലുകൾ 1 to 5 ലെവലുകളുണ്ടല്ലോ, അതൊന്നും ഐഫോണിലൊക്കെ നമ്മൾ പെയർ ചെയ്ത് ഉപയോഗിച്ചാൽ കിട്ടില്ല. ജസ്റ്റ് ഈ ജസ്റ്റേഴ്സ് വർക്ക് ചെയ്യും. വോളിയം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും, ആംബിയൻസ് മോഡിലേക്കും ട്രാൻസ്പെറൻസി മോഡിലേക്കും മാറ്റാൻ സാധിക്കും. അങ്ങനെയുള്ള ജസ്റ്റേഴ്സ് ഒക്കെ വെച്ച് ഇതിന്റെ ഒരു ഹാർഡ്വെയർ മാത്രം വർക്ക് ചെയ്യുന്നതാണെങ്കിൽ പറയേണ്ടി വരും ഐഫോണിലൊക്കെ ഇത് പെയർ ചെയ്യുകയാണെങ്കിൽ. എന്നാൽ സാംസങ് ഫോണിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് ഇതിന്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് ലഭിക്കുന്നത്. ബ്ലൂടൂത്ത് വെർഷൻ 6.1 നൽകിയിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റിനകത്ത് IP57 സർട്ടിഫിക്കേഷൻ ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കുറവെന്ന് പറയുന്നത് ഈ കേസിന് IP റേറ്റിംഗ് കൊടുത്തിട്ടില്ല. അത് ചെവിയിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിയർപ്പോ ചെറിയ മഴത്തുള്ളിയിലോ ഒക്കെ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും. പക്ഷേ കേസ് ചെറുതായിട്ട് മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രശ്നം ഉണ്ടാകും എന്നുള്ളതും ഓർക്കണം. അതുപോലെ എയർപോഡ് ഇതുവരെ നൽകാത്ത ഒരു ഫീച്ചർ ഇത്തരത്തിൽ സാംസങ്ങിന്റെ ബഡ്സ് 4 പ്രോ നൽകുന്നുണ്ട്. അതായത് ഇക്വലൈസർ. നമുക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സൗണ്ട് ട്യൂൺ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ തന്നെ ബാസ് കൂടുതൽ വേണമെങ്കിൽ ബാസ് ബൂസ്റ്റ്, ബാലൻസ്ഡ്, സ്മൂത്ത്, ക്ലിയർ, കസ്റ്റം, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു ഇക്വലൈസറിനെ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും ലോകത്താകമാനം അംഗീകരിച്ച ഈ ഒരു എയർപോഡ് പ്രോയിൽ ഇത്തരത്തിലുള്ള ഒരു ഇക്വലൈസർ കസ്റ്റമൈസേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാൻ ഒരു ഇയർബഡ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ നോക്കാറുള്ളത്. ഒന്ന്, അതിന്റെ കംഫർട്ട്. നമ്മൾ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം നമ്മൾ ചെവിയിൽ ഇരിക്കുന്നു എന്ന് പോലും അറിയരുത്. അതാണ് എൻ്റെ ഒരു ക്രൈറ്റീരിയ. അത്രയും കംഫർട്ട്. അത് ആ ഒരു കംഫർട്ട് ലെവലിൽ ഇതിനകത്ത് ഈ 2 പ്രോഡക്റ്റുകൾ, അതായത് സാംസങ്ങിന്റെ ബഡ്സ് 4 പ്രോയും ഇതുപോലെ ആപ്പിളിന്റെ എയർപോഡ് പ്രോയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കംഫർട്ട് കൂടുതൽ നൽകുന്നത് ആപ്പിൾ എയർപോഡ് പ്രോ തന്നെയാണ്. അടുത്ത ഞാൻ നോക്കുന്ന
മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസിയാണ്. അതായത് നമ്മൾ ഇവ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻസി മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇയർബഡ് എടുക്കാതെ തന്നെ അവർ പറയുന്നത് കേൾക്കണം. അല്ലാതെ അടുത്തിരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ ചെവിയിൽ വെച്ചിരിക്കുന്ന ഇയർബഡ് എടുത്തിട്ട് എന്താണ് അവർ പറയുന്നത് ശ്രദ്ധിക്കേണ്ട ആവശ്യം വരരുത്. അപ്പോൾ അതാണ് ട്രാൻസ്പെറൻസി. ആ ഒരു ട്രാൻസ്പെറൻസി മോഡ് ഈ രണ്ട് പ്രോഡക്റ്റുകളും ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം രണ്ടും സെയിം കാണിക്കുന്നു. അതായത് ആപ്പിൾ എയർപോഡ് പ്രോയുടെ ആ ഒരു ട്രാൻസ്പെറൻസി ലെവൽ തന്നെയാണ് ഇവിടെ ഇത്തരത്തിൽ ഈ ഒരു സാംസങ്ങിന്റെ ബഡ്സ് 4 പ്രോ നൽകുന്നത്. മൂന്നാമത് ഞാൻ നോക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് സൗണ്ട് ക്വാളിറ്റിയാണ്. സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഈ ഒരു എയർപോഡ് പ്രോയേക്കാൾ കുറച്ചുകൂടി മുന്നിൽ നിൽക്കുകയാണ് സാംസങ്ങിന്റെ ഈ ഒരു ബഡ്സ് 4 പ്രോ എന്ന് വേണം പറയാൻ. എസ്പെഷ്യലി ആ ഒരു ഇക്വലൈസർ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടുന്ന സൗണ്ട് നമുക്ക് തന്നെ കസ്റ്റം ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. എന്നിരുന്നാലും കസ്റ്റം ചെയ്തിൽ ഇതിന്റെ ഡിഫോൾട്ട് വരുന്ന ഓപ്ഷൻ ഇട്ടിരുന്നാൽ പോലും സൗണ്ട് ക്വാളിറ്റി എയർപോഡ് പ്രോയേക്കാൾ ഒരു അല്പം കൂടി മുന്നിൽ നിൽക്കുന്നതായിട്ട് ഈ ഒരു ബഡ്സ് 4 പ്രോയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തു. ഈ ഒരു പറഞ്ഞ വ്യത്യാസങ്ങളുണ്ടല്ലോ, ഇപ്പോൾ കംഫർട്ട് ലെവലിലായാലും അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി ലെവലിലായാലും ഓഡിയോ ക്വാളിറ്റി ലെവലിലായാലും ഉള്ള ഒരു വ്യത്യാസം, ഇവ തമ്മിൽ എവിടെയെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ആ വ്യത്യാസം വളരെ മാർജിനലാണ്, വളരെ മൈന്യൂട്ട് വ്യത്യാസങ്ങളേ ഉള്ളൂ ഇവ തമ്മിൽ എന്ന് വേണം പറയാം. അത് സത്യം പറഞ്ഞാൽ സാംസങ്ങിന്റെ ഒരു നേട്ടമായിട്ട് വേണം കരുതാൻ. ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ സാംസങ്ങിന്റെ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ആപ്പിളിന്റെ എയർപോഡ് പ്രോയുമായിട്ട് അധികം വ്യത്യാസമില്ലാത്ത തരത്തിൽ സാംസങ്ങിന് തയ്യാറാക്കാൻ സാധിച്ചു എന്നുള്ളത് സാംസങ്ങിന്റെ വിജയമായിട്ട് തന്നെ വേണം കരുതാൻ. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ഈ പറയുന്ന സാംസങ് ആരാധകർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. നല്ലൊരു നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റാണ്. ഒരു കാര്യം എടുത്തു പറയാം, നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എയർപോഡ് പ്രോയിലേക്ക് മാത്രം നോക്കിയാൽ മതി. നിങ്ങളൊരു സാംസങ്ങിന്റെ യൂസർ ആണെങ്കിൽ മാത്രം ഈ ഒരു സാംസങ് ബഡ്സ് 4 പ്രോ നോക്കിയാൽ മതി. അതല്ല നിങ്ങൾ ഒരു നോൺ സാംസങ് ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ ഒരിക്കലും ഈ ഒരു പ്രോഡക്റ്റും വാങ്ങണ്ട. നേരെ മറിച്ച് LDAC സപ്പോർട്ടൊക്കെ ഉള്ള OnePlusന്റെ ബഡ്സ് പ്രോ ഏതെങ്കിലും മോഡൽ വാങ്ങുന്നതായിരിക്കും നിങ്ങൾ വിവോ, OnePlus, ഓപ്പോ അങ്ങനെയുള്ള ഷവോമി ഫോണുകളൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ സാംസങ് യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് കണ്ണുമടച്ച് വാങ്ങാം. പക്ഷേ അങ്ങനെ എല്ലാവർക്കും ഒന്നും വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അല്ല ഇത്. കാരണം ഇതിന്റെ പ്രൈസ് അങ്ങനെയാണ്. ഈ ഒരു പ്രോഡക്റ്റിന്റെ നിലവിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് വില എന്ന് പറയുന്നത് 22,999 രൂപയാണ്. 23,000 രൂപയാണ്. ഓക്കെ, ഒരു ഫോൺ നമുക്ക് വാങ്ങാം, ഒരു തരക്കേടില്ലാത്തൊരു ഫോൺ വാങ്ങാം ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസിന്. പക്ഷേ അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ കാണുന്ന ആപ്പിളിന്റെ എയർപോഡ് പ്രോ, ഇത് ഞാൻ നിങ്ങളെ കമ്പയർ ചെയ്ത് കാണിച്ചത് സെക്കൻഡ് ജനറേഷൻ എയർപോഡ് പ്രോ 2 ആയിരുന്നു. പക്ഷേ എയർപോഡ് പ്രോയുടെ ലേറ്റസ്റ്റ് എയർപോഡ് പ്രോ 3 വാങ്ങണമെങ്കിൽ ഇതിനേക്കാൾ വില കൊടുക്കണം. ഇതിന് 24,000 രൂപയാണെങ്കിൽ എയർപോഡ് പ്രോ 3ക്ക് 25,000 രൂപയാണ്. ഏകദേശം 1,000 രൂപയുടെ കൂടുതലാണ് ആപ്പിളിന്റെ എയർപോഡ് പ്രോയ്ക്ക്. അപ്പോൾ നിങ്ങൾ 25,000 രൂപ എടുത്തുകൊണ്ട് ആപ്പിൾ എയർപോഡ് പ്രോ ആരും വാങ്ങാതിരിക്കുകയാണോ? ആപ്പിൾ യൂസേഴ്സ് ഒരുപാട് പേർ വാങ്ങുന്ന ഒന്നാണ് എയർപോഡ് പ്രോ. എന്ന് പറഞ്ഞതുപോലെ സാംസങ്ങിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സൗണ്ട് ക്വാളിറ്റി എക്സ്പീരിയൻസിന് വേണ്ടി സാംസങ് ആരാധകർക്ക് വാങ്ങാം ഈ ഒരു ബഡ്സ് 4 പ്രോ. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.